തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതി കേരളം. അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 76.08%. കൂടുതൽ വയനാട്, കുറവ് തൃശൂരിൽ. സംസ്ഥാനത്താകെ 73.69% പോളിംഗ്. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കുന്നത്തൂർമേട് സ്കൂളിൽ വോട്ട് ചെയ്തു. ബൊക്കെ നൽകി സ്വീകരിച്ച് കോൺഗ്രസ്. കൂവി വിളിച്ച് CPM BJP പ്രവർത്തകർ. ഇനി പാലക്കാട് തന്നെ തുടരുമെന്ന് രാഹുലിനെതിരായ രണ്ടാം പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശം തള്ളി VD സതീശൻ. ലൈംഗിക കുറ്റവാളികളെ ന്യായീകരിക്കാൻ വന്നാൽ സമൂഹം അംഗീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി. ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ ഹൈക്കോടതി. VC നിയമന തർക്കത്തിൽ ഇടപെടലുമായി സുപ്രീം കോടതി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ കോടതി തീരുമാനിക്കും. ഓരോ പേരുകൾ ബുധനാഴ്ച മുദ്രവച്ച കവറിൽ നൽകാൻ ജസ്റ്റിസ് ധൂലിയ സമിതിക്ക് നിർദ്ദേശം. തീരുമാനം ഗവർണറും സർക്കാരും സമവായത്തിലെത്താത്തതിനാൽ എതിർപ്പ് സിസ തോമസിന്റെ കാര്യത്തിലെന്ന് സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ് MPമാർ. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. CPM BJP അന്തർധാരയെന്ന് ഹൈബിയുടെ. ശബരിമലയിൽ ഭക്തർ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നടപടി അരവണക്ഷാമം ഒഴിവാക്കാൻ. നടിയാക്രമിച്ച കേസിൽ ശിക്ഷാവിധി നാളെ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ ഇൻഡിഗോയുടെ തന്ത്രം. സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് യാത്ര മുടങ്ങിയവർക്ക് 10,000 രൂപയുടെ സൗജന്യ യാത്രാ ആനുകൂല്യം കൂടി. കമ്പനി CEO പീറ്റർ എൽബേഴ്സ് DGCയുടെ പ്രത്യേക സമിതിക്ക് മുന്നിൽ ഹാജരായി.